ദിലീപുമായിട്ടുള്ള സൗഹൃദം നാദിർഷയെ കൂടി ബാധിച്ചോ എന്നുള്ള ഒരു സംശയമാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാജിക് മഷ്റൂം എന്ന് പറയുന്ന സിനിമ വേണ്ടത്ര തിയേറ്ററിൽ അങ്ങ് ഏറ്റിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രവുമല്ല, അതിൻ്റെ അകത്ത് ചില ആൾക്കാരെ അഭിനയിപ്പിച്ചത് അതും ജനങ്ങൾക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് മാജിക് മഷ്റൂം അതുപോലെ അങ്ങ് ഓടാത്തത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇന്ന് പല തിയേറ്ററുകളിലും 4 ഷോയാണ് കാണിച്ചതെങ്കിലും ഇന്ന് രാത്രി ഒരു ഷോ മാത്രമേ ഉള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദിലീപുമായിട്ടുള്ള പ്രശ്നങ്ങളും പിന്നെ നാദിർ ഷാ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ ഇതിൻ്റെ അകത്ത് എടുത്തതും, അതായത് നമ്മളെ ദിനേശിനെ പോലെയുള്ള ആൾക്കാരൊക്കെ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് എന്നാണ് ട്രെയിലറിൽ കാണുന്നത്. അതും ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് ഈ സിനിമയ്ക്ക്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള ആൾക്കാരെ അഭിനയിപ്പിക്കുമ്പോൾ നാദിർ ഷാ ഒരു ജാഗ്രത പുലർത്തണമായിരുന്നു. ഇതിപ്പോഴും ജനങ്ങളെ വെല്ലുവിളിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. നാദിർ ഷാ ഇതിൽ കുറ്റക്കാരനോ അല്ലെങ്കിൽ നാദിർ ഷാ വേറെ പ്രശ്നക്കാരനോ ഇതൊന്നുമല്ല. നല്ലൊരു സംവിധായകനാണ്, സംവിധായകൻ അറിയുന്ന ഒരു വ്യക്തിയാണ്. 2 3 സിനിമകൾ സംവിധാനം ചെയ്തെല്ലാം ഹിറ്റാക്കിയ ഒരു വ്യക്തിയാണ്. നല്ല ചിരിക്കാനുണ്ടാകും, പാട്ടുണ്ടാകും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നാദിർ ഷായുടെ സിനിമയിൽ ഉണ്ടാകും എന്നറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് നാദിർ ഷായുടെ മുൻകാലങ്ങളിലുള്ളതുപോലെ സിനിമകൾ ഓടാത്തത്? അതൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് ട്രെയിലർ പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശ രൂപങ്ങളൊക്കെ പിടികിട്ടും. അഴുക്ക് ചെറുക്കണാണവൻ എന്ന് പറയുന്ന ഒരുത്തൻ അതിൻ്റെ അകത്തുണ്ട്. അവനുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള സ്ത്രീജനങ്ങൾ സിനിമ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെയുള്ള പല ആൾക്കാരും അവനുണ്ടെങ്കിൽ സിനിമ കണ്ടിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതെന്ന് പറഞ്ഞ ഈ സിനിമയും നിങ്ങൾ ചിലപ്പോൾ കളിയാക്കാനാണോ എടുത്തത് അല്ലെങ്കിൽ വേറെ വല്ല ഉദ്ദേശത്തിനുമാണ്, അതൊന്നും ജനങ്ങൾക്കറിയില്ല. ഏതായാലും ആ ഒരു ഭയങ്കരമായിട്ടുള്ള ആ ഒരു എനിക്ക് തോന്നുന്ന ട്രെയിലർ കണ്ടിട്ടുള്ള ആൾക്കാരിൽ ഒരുപാട് പേര് ഈ സിനിമയെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ കുറഞ്ഞത്. അതുകൊണ്ടാണ് ഷോയുടെ എണ്ണം കുറച്ചത്. ഇന്ന് രാവിലെ ഞാൻ പോയപ്പോൾ ഒരു തിയേറ്ററിൽ വൈകുന്നേരം പോകാമെന്ന് വിചാരിച്ചാണ്. പക്ഷെ അവിടെ നോക്കുമ്പോഴേക്കും ഒറ്റ ഷോ മാത്രമേ ഉള്ളൂ. അതാണ് മനസ്സിലാക്കേണ്ടത്. ഉച്ചക്കത്തെ ഷോ ഇല്ല, അതുപോലെ തന്നെ വൈകുന്നേരത്തെ ഷോ ഇല്ല, രാത്രിക്കത്തെ ഒരു ഷോ മാത്രമേ ഉള്ളൂ. കാരണം അത്രയും ആൾക്കാർ കുറഞ്ഞു. റിലീസിങ്ങിനൊന്നും നാദിർ ഷായുടെ ഒരു സിനിമയുടെ ഓളമോ ഇപ്പോൾ കട്ടപ്പനയിൽ ഹൃതിക് റോഷൻ, അതുപോലെ അമർ അക്ബർ, അന്തോണി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിനിമകളൊക്കെ നമ്മൾ കണ്ടതാണ്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്രൗഡായിരുന്നു. എന്ന് വെച്ചാൽ നാദിർ ഷാൻ്റെ സിനിമയായതുകൊണ്ട്. പക്ഷെ ഇന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തണുപ്പം പ്രതികരണത്തിലേക്ക് ആ സിനിമ പോയത്? അതൊരു വലിയ വിഷയം തന്നെയാണ്. ഒന്ന് ചിന്തിക്കേണ്ടത് തന്നെയാണ്. മറ്റുള്ള സിനിമ പോലെയല്ലല്ലോ. നാദിർ ഷാക്ക് തന്നെ എന്ന് പറഞ്ഞ ഒരു വാല്യൂ ഉണ്ട്. നാദിർ ഷാ തന്നെയാണ് നാദിർ ഷാ സിനിമയുടെ നായകനെന്നേ ഞാൻ പറയുള്ളൂ. ഒരിക്കലും വിഷ്ണു ഉണ്ണികൃഷ്ണനെ കണ്ടിട്ടോ അല്ലെങ്കിൽ വിപിൻ ജോർജിനെ കണ്ടിട്ടോ പൃഥ്വിരാജിനെ കണ്ടിട്ടോ മറ്റു പലരെ കണ്ടിട്ടോ ഒന്നും നാദിർ ഷാൻ്റെ സിനിമക്കാരും പോവില്ല. അവിടെ നാദിർ ഷാ എന്നുള്ളൊരു പേര് മാത്രമാണ് എല്ലാവർക്കും പ്രതീക്ഷ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നാദിർ ഷാ ചിന്തിക്കണം, എന്താണ് സംഭവിച്ചത്, സിനിമയ്ക്ക് എന്താണ് സംഭവിച്ചത്. മൊത്തത്തിൽ സിനിമ ഫ്ലോപ്പാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. നല്ല ചിരിക്കാനും പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ജനങ്ങൾ അത്രത്തോളം അങ്ങ് ഏറ്റെടുക്കാത്തത്? അതൊരു ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ആ ചിന്തിച്ചതിന് ശേഷം ആരെങ്കിലും ഏതെങ്കിലും ഇത്തിൽ കണ്ണി ഇതിൻ്റെ അകത്ത് കൂടിയിട്ടുണ്ടോ? ആ ഇത്തിൽ കണ്ണി കാരണമാണോ ജനങ്ങൾ ഈ സിനിമ വെറുത്തത് എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തുന്നത് നല്ലതായിരിക്കും. ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ ഇനിയും സിനിമ എടുക്കുമ്പോൾ ആ മറ്റവനെ കൊണ്ടുവന്ന് അഭിനയിപ്പിച്ചവനല്ലേ എന്നുള്ള രീതിയിൽ ഇതെനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അയാളെ കൊണ്ടുവന്ന് അഭിനയിപ്പിച്ചത് ആരോടോ പ്രതികാരം തീർക്കാൻ വേണ്ടി ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഈ അഴുക്ക് ചെറുക്കനാണെന്ന് പറയുന്നത് ആരെയാ? ഈ നാദിർ ഷായുടെ ഉറ്റ ചങ്ങാതിയുടെ മകനെയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ ഉറ്റ ചങ്ങാതിയായ അബിയെ പോലും വളരെ മോശമായ തരത്തിൽ അയാളുടെ സ്വഭാവത്തെ പറ്റി പോലും വൈകൃതമായിട്ടുള്ള സ്വഭാവമാണ് എന്നുള്ള തരത്തിൽ പോലും വിമർശിച്ച അയാളുടെ മകനെ കണ്ടുകൂടാത്ത ഒരാളാണ് ഈ പറയുന്ന കക്ഷി. ആ പറയുന്ന കക്ഷി സിനിമയിലുണ്ടോ? ആ സിനിമയിൽ ട്രെയിലറിൽ അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. അതാണോ ആള് കയറാത്തതിലുള്ള കാരണം? അതാണോ ആള് സിനിമ ഒഴിവാക്കിയത്? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇനി മാജിക് മഷ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് താരനിരകളുള്ളതാണ്. ഇപ്പോഴും എന്ന് പറഞ്ഞാൽ നാദിർ ഷായുടെ സിനിമയിൽ ഉണ്ടാകുന്ന കോമഡികളും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടാകും. നാദിർ ഷാ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം പ്രത്യേകമായിട്ടുള്ളൊരു സിനിമയായിരിക്കും. അതിൻ്റെ അകത്ത് നാദിർ ഷാ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോളുകൾ കൊടുക്കുന്നത് തന്നെ തൻ്റെ സഹപ്രവർത്തകർക്ക് തന്നെ ആയിരിക്കും. ചെറിയ റോളാണെങ്കിൽ കൂടി സഹപ്രവർത്തകർ കൊടുക്കും. നമുക്കറിയാം കട്ടപ്പനയിൽ ഹൃതിക് റോഷനും അങ്ങനെയുള്ള ചില സിനിമകളിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം നാദിർ ഷാ എന്ന് പറയുന്ന ഒരു സംവിധായകൻ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ കൊടുത്ത റോളുകൾ എന്ന്
പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള അദ്ദേഹത്തിൻ്റെ കൂടെ പണ്ട് മുതലേ നിന്ന, അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിന് അത്രത്തോളം വേണ്ടപ്പെട്ട, താൻ സിനിമ ചെയ്യുമ്പോൾ തനിക്ക് ഒരു റോള് കിട്ടും എന്ന് ഉറപ്പുള്ള ചില ആൾക്കാരുണ്ട്. അവർക്കൊക്കെ റോള് കൊടുത്തിട്ടുണ്ടാകും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നാദിർ ഷായുടെ സിനിമ ഒരിക്കലും പൊളിഞ്ഞു പോകണമെന്നോ ആൾക്കാർ കാണരുതെന്നോ ഒരിക്കലും ഞാൻ പറയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ദിലീപിൻ്റെ സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് കരുതിയിട്ട് ഒരിക്കലും നാദിർ ഷായുടെ സിനിമയെ അങ്ങനെ നമ്മൾ കാണരുത്. നാദിർ ഷായുടെ സിനിമ അയാളുടെ സിനിമയാണ്. ഇനി അയാൾക്ക്, ഞാൻ അതാ പറഞ്ഞത്, അയാൾ മറ്റേയാളെ കൂടെ കൂടിയിട്ട് ആരെങ്കിലും ടാർഗറ്റ് ചെയ്തിട്ടാണ് ഉള്ളതെങ്കിൽ ആ സിനിമയുടെ ഗതി എന്താവും നമുക്ക് പറയാൻ പറ്റൂല. ടാർഗറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സിനിമ നല്ല രീതിയിൽ ഓടേണ്ടതാണ്. ഞാൻ പറഞ്ഞല്ലോ, നാദിർ ഷായുടെ സിനിമയിലെ നായകൻ എന്ന് പറഞ്ഞാൽ നാദിർ ഷായാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പടം കണ്ടവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിപ്രായങ്ങൾ പറയുക. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ജനങ്ങൾ കുറയുന്നത്, എന്തുകൊണ്ടാണ് ഒരു ഷോ മാത്രമാക്കിയത്. ഞാൻ പറഞ്ഞിരിക്കുന്നത് പല സ്ഥലങ്ങളിലും ഒരു ഷോയാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ട് ഫാമിലികൾ കുറഞ്ഞു. കൃത്യമായി പറഞ്ഞാൽ വിഷ്ണു ഉണ്ണിക്കണ്ണൻ്റെ സിനിമ, നാദിർ ഷാൻ്റെ സിനിമ എന്നൊക്കെ പറഞ്ഞാൽ ഫാമിലികൾ അടിച്ചു കയറേണ്ടതാണ്. ഒരുപാട് കുട്ടികളൊക്കെ അടിച്ചു കയറും. കേശുവിൻ്റെ നാഥൻ ദിലീപിനെ വെച്ചെടുത്താണ്, നല്ല ചിരിക്കാനുണ്ടായിരുന്നു. അങ്ങനെയുള്ള പല സിനിമകൾ, അമർ അക്ബർ അന്തോണി, അതും നല്ലോണം ചിരിക്കാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ, അതും നല്ല ചിരിക്കാനുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ ഉള്ളപ്പോൾ, ഒരുപാട് സിനിമകളുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നാദിർ ഷാ എന്ന് പറയുന്ന ഒരു സംവിധായകൻ്റെ സിനിമ ഒരിക്കലും ഫ്ലോപ്പാകാൻ പാടില്ല. അത് വിജയിക്കണം. പക്ഷേ വിജയിക്കാത്തത് എന്തുകൊണ്ടാണ്, അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അവിടെയാണ് നമ്മുടെ അന്വേഷണം. അതായത് എന്തുകൊണ്ട് ഫാമിലികളും മറ്റേവരും ഈ സിനിമയ്ക്ക് കയറുന്നില്ല, എന്തുകൊണ്ടാണ് അവരൊക്കെ ഉപേക്ഷിച്ച് പോയത്, അത് നാദിർ ഷായെ കൂടി ചിന്തിപ്പിക്കുന്നതാണ്. അതാണ് പറയേണ്ടത്. അതായത് മറ്റേ സ്വന്തം കൂട്ടുകാരൻ്റെ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അയാളെ വെറുതെ വിട്ടിട്ടുണ്ട്. അന്നൊന്നും നാദിർ ഷാ അങ്ങനെ പ്രതികരിച്ചിട്ടോ ഒന്നും കണ്ടിട്ടില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നാദിർ ഷാ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൂട്ടുകാരനുമായിട്ടുള്ള ആ സൗഹൃദം വേറെ ആയിട്ടും, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ സിനിമയിൽ വന്ന ചില ഡയലോഗുകൾ ജനങ്ങളെ അലോസരപ്പെടുത്തിയോ, അതാണ് എനിക്ക്. അതായത് സിനിമയിലല്ല, ട്രെയിലറിൽ. സിനിമ കാണാതെ നമുക്ക് ആർക്കും പറയാൻ പറ്റുമല്ലോ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ട്രെയിലറിൽ വന്ന ചില സംഭവങ്ങൾ അതാണോ സിനിമയെ ബാധിച്ചത്, എനിക്കതാണ് തോന്നിയിട്ടുള്ളത്. ആ ട്രെയിലറിൽ കണ്ടപ്പോൾ തന്നെ നീയും അവൻ്റെ കൂടെ ആണോടാ എന്നുള്ള ഒരു തോന്നിച്ച ഇവിടെ പല ആൾക്കാർക്കും ഉണ്ടായി. അതുകൊണ്ടാണ് പല ആൾക്കാരും ആ സിനിമയ്ക്ക് വേണ്ട വിധത്തിലുള്ള ഒരിത് പരിഗണന നൽകാത്തത്. അല്ലാതെ വേറെയൊന്നുമില്ല. ഇതിൻ്റെ പുറകിൽ വേറെ വലിയ കാര്യങ്ങളോ അല്ലെങ്കിൽ വലിയ സംഭവങ്ങളോ ഒന്നുമില്ല. ഇതാണ് പ്രധാനപ്പെട്ട സംഭവം. ആ ഒരു സിനിമയ്ക്ക് വേണ്ടത്ര പ്രചാരം ലഭിക്കാത്തത് ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് ആൾക്കാർ വിലയിരുത്തിയതാണോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണത്. അത് നാദിർ ഷാ ചിന്തിക്കേണ്ടതാണ്. കാരണം നാദിർ ഷാക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടത് തന്നെയാണ്. കാരണം ആരെയും വെല്ലുവിളിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു സിനിമ ഇറക്കൽ നടക്കില്ല. ഒരാളെയും വെല്ലുവിളിച്ചുകൊണ്ട്, കാരണം വെല്ലുവിളിയിലൊന്നും ജനങ്ങളെങ്ങനെ വീഴൂല. ഇപ്പോൾ മോഹൻലാൽ അഭിനയിച്ചുകൊണ്ട് അയാളുടെ ഋഷഭ എന്ന് പറഞ്ഞാൽ 8 നിലയിൽ നിന്നാണ് വീണ് പൊട്ടിയത്. അതാണ് മനസ്സിലാക്കേണ്ടത്. നന്ദി, നമസ്കാരം.